ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുന്ന റെവോക്സ് AI റെക്സിൻ്റെ എയർ ഡ്രോപ്പാണ്. അപ്പോൾ ഇതെങ്ങനെ ക്ലെയിം ചെയ്യാം, എങ്ങനെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ് കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ക്രോം ബ്രൗസറിലായിരിക്കും ഓപ്പൺ ആവുക. ഓക്കെ, ക്രോം ബ്രൗസറിൽ ഓപ്പൺ ആയാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഈ ലിങ്ക് കോപ്പി ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇതെല്ലാം ചെയ്തത് ബിനാൻസിലും ബൈബിറ്റിലുമാണ്. രണ്ടിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ബിനാൻസിലും ബൈബിറ്റിലും രണ്ടിലും എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതാണ് ബിനാൻസിൻ്റെ എക്സ്ചേഞ്ച് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓൾറെഡി നമ്മളിതിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണ്. പുതിയ ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി എയർ ഡ്രോപ്പ് കാര്യങ്ങളെല്ലാം എലിജിബിലിറ്റി കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പങ്കെടുത്ത് കഴിഞ്ഞവർ ഇതുപോലെ ബിനാൻസിൻ്റെ ആപ്പിലേക്ക് വരിക. അതിനുശേഷം വാലറ്റ് സെക്ഷനിലേക്ക് പോവുക. അവിടെ നമുക്ക് Web3 എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബിനാൻസ് Web3യിലാണ് എല്ലാ ടാസ്കുകളും ചെയ്തത്. ഗ്യാസ് ഫീ കാര്യങ്ങളെല്ലാം മുടക്കി നമ്മൾ ചെയ്തത് ബിനാൻസ് Web3യിലാണ്. ബിനാൻസ് Web3 വാലറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഡിസ്കവർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സെർച്ച് ബട്ടൺ കാണാൻ പറ്റും, സെർച്ച് ബാർ കാണാൻ പറ്റും. ആ ഒരു സെർച്ച് ബാറിൽ എന്ത് ചെയ്യുക, നമ്മൾ ക്രോമിൽ നിന്നും കോപ്പി ചെയ്ത URL ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആ URL കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പേജ് ഇവിടെ ലോഡ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ലോഡ് ആവുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ലോഡ് ആവുന്നവരെ. ലോഡായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് വാലറ്റ് എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും. ഈ കണക്ട് വാലറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിനാൻസ് Web3 വാലറ്റ് കാണിക്കും. നെറ്റ്വർക്ക് ഇതേറിയമാണ്, കുഴപ്പമില്ല, അങ്ങനെ തന്നെയാണ് വേണ്ടത്. വാലറ്റ് 1 വരും. നിങ്ങളുടെ വാലറ്റ് ഏതാണെന്ന് നോക്കുക. നിങ്ങൾ ബിനാൻസിൻ്റെ ഈ ഒരു എയർ ഡ്രോപ്പിൽ, ഈ ഒരു Web3 എയർ ഡ്രോപ്പിൽ പങ്കെടുത്ത ബിനാൻസ് വാലറ്റ് തന്നെയാണ് ഉറപ്പ് ചെയ്തതിന് ശേഷം കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റ് ഇവിടെ കണക്ട് ആവുന്നതിനൊപ്പം തന്നെ ഒരു സൈൻ ബട്ടൺ കൂടെ വരും. ജസ്റ്റ് എന്ത് ചെയ്യുക, സൈൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റ് ഇവിടെ കണക്ട് ആവുന്നതാണ്. അപ്പോൾ ഒറ്റൊരു പ്രാവശ്യം കൊണ്ട് തന്നെ ആയില്ലെങ്കിൽ 2-3 പ്രാവശ്യം ചെയ്ത് നോക്കുക. റിഫ്രഷ് ഒക്കെ ചെയ്തിട്ട് എനിക്ക് എന്തായാലും ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വാലറ്റ് കണക്ട് ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. കറണ്ട് വാലറ്റ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വാലറ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി കുറച്ച് താഴേക്ക് വന്ന് നമുക്കിവിടെ കാണാൻ പറ്റും കൺഗ്രാജുലേഷൻസ്, യു ആർ എലിജിബിൾ. ഞാൻ എലിജിബിൾ ആണ് ഇവരുടെ റെവോക്സിൻ്റെ റെക്സ് ടോക്കൺ എയർ ഡ്രോപ്പിന് വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു KYC ഫേസിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ KYC ഹ്യൂമൻ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ മാത്രമാണ് എയർ ഡ്രോപ്പ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്താണ്, KYC ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഹ്യൂമൻ ആണെന്ന് വെരിഫൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടുക. ഓക്കെ, അപ്പോൾ താഴേക്ക് വന്ന് നമുക്ക് കൗണ്ട് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. റെക്സ് എത്ര കിട്ടി എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. അത് ബഗ്ഗാണോ അല്ലെങ്കിൽ KYC കംപ്ലീറ്റ് ചെയ്താലോ കാണുള്ളൂ എന്ന കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇപ്പോൾ ചെയ്ത് നോക്കാം. KYC കംപ്ലീറ്റ് ചെയ്താലേ എനിക്ക് അറിയാൻ പറ്റും. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ കാണാൻ പറ്റും റെക്സിൻ്റെ കൗണ്ടോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ എയർ ഡ്രോപ്പ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ വെരിഫിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ റെവോക്സ് പോയിന്റ് ഉണ്ട്, റെവോക്സ് പ്രീമിയം പോയിന്റ് ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളും, ഈ റെവോക്സ് പ്രീമിയം പോയിന്റും നോർമൽ റെവോക്സ് പോയിന്റും നമ്മൾ ഡെയിലി ചെക്ക് ഇൻ ചെയ്തു. അതുപോലെ തന്നെ ഒരുപാട് ടാസ്കുകൾ ഉണ്ടായിരുന്നു, അല്ല നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഞാൻ 3-ലധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബൈബിളിൽ വന്നതും ബിനാൻസിൽ വന്നതും അപ്ഡേറ്റ്സുമായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം കണ്ടു എന്ന് വിചാരിക്കുന്നു. കണ്ടവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 2 ടിക്ക് വന്നിട്ടുണ്ടാവും. ഇനിയുള്ളത് ഹ്യൂമൻ വെരിഫിക്കേഷൻ ആണ്. അത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് നോക്കാം. ഹ്യൂമൻ വെരിഫിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡേറ്റ് പറയുന്നത് December 9, 2024 മുതൽ December 13, 2024 വരെയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എയർ ഡ്രോപ്പ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു ഫേസ് പെട്ടെന്ന് തന്നെ തീരുന്നുണ്ട്. ഏകദേശം 4 ദിവസം മാത്രമാണ് ഈ ഒരു KYC, ഈ ഒരു ഹ്യൂമൻ വെരിഫിക്കേഷൻ ഫേസ് നിലവിലുള്ളത്. ഓക്കെ, അപ്പോൾ December 9, അതായത് ഇന്നാണ് സ്റ്റാർട്ട് ആവുന്നത്. ഹ്യൂമൻ വെരിഫിക്കേഷൻ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് KYC വെരിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഫേസ് സ്കാൻ ചെയ്യേണ്ട ആവശ്യമോ ID കാർഡ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മളുടെ എക്സ്ചേഞ്ച് അക്കൗണ്ട് ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. നിലവിലുള്ളത് 2 എക്സ്ചേഞ്ചുകളാണ്. ഒന്ന് ബിറ്റ്ഗെറ്റ്, അതുപോലെ തന്നെ എൽ ബാങ്ക്. ഈ 2 എക്സ്ചേഞ്ചുകളിലും നമ്മളിവിടെ കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മൾ ഓൾറെഡി നമ്മുടെ എക്സ്ചേഞ്ചിൽ KYC ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ ഒരു KYC ഓട്ടോമാറ്റിക്കലി ഇവിടെ ഡിറ്റക്ട് ആയിക്കൊണ്ട് നമ്മുടെ ഹ്യൂമൻ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. അതുപോലെ തന്നെ 0 ഗ്യാസ് ഫീ ആണ്. നമ്മുടെ എക്സ്ചേഞ്ച് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലിസ്റ്റ് ആവുന്നതിന് മുൻപ് നമ്മുടെ ടോക്കൺസ് നമ്മുടെ എക്സ്ചേഞ്ചിലേക്ക് എത്തും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തുക. ഒരു പ്രാവശ്യം കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ഒരു 2-3 പ്രാവശ്യമെങ്കിലും വെരിഫൈ ചെയ്യുക എല്ലാം കറക്റ്റാണെന്ന്, എന്നിട്ട് മാത്രം സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും യു മേ പ്രൊവൈഡ് മൾട്ടിപ്പിൾ അഡ്രസ്സസ് ടു ഇൻക്രീസ് യുവർ സക്സസ് റേറ്റ് ഫോർ ഹ്യൂമൻ വെരിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് വേണമെങ്കിൽ ബിറ്റ്ഗെറ്റ് കണക്ട് ചെയ്യാം, അത് കഴിഞ്ഞ ശേഷം എൽ ബാങ്ക് കണക്ട് ചെയ്യാം. ഇനി വേറെ ഏതെങ്കിലും എക്സ്ചേഞ്ചുകൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും അതും കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും മോർ വെരിഫിക്കേഷൻ മെത്തേഡ്സ് ആർ ബീങ് ആഡഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ വെരിഫിക്കേഷൻ മെത്തേഡ്സ് വരും. അപ്പോൾ എന്തായാലും അപ്ഡേറ്റ്സ് ടെലഗ്രാമിൽ ഷെയർ ചെയ്യാം. ഇപ്പോൾ എന്തായാലും എൻ്റെ കയ്യിൽ ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ച് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ തന്നെ എല്ലാം ചെയ്യേണ്ടത്. ഇനി ഹ്യൂമൻ വെരിഫിക്കേഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യും. ഫേസ് സ്കാൻ, ID കാർഡൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഇപ്പോൾ നിലവിൽ എന്തായാലും അതില്ല. അതുപോലെ തന്നെ ബിറ്റ്ഗെറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നവർക്ക് 5 മുതൽ 100 വരെ $വർത്തായുള്ള റെക്സ് ടോക്കൺ ഡെപ്പോസിറ്റ് ബോണസ് ആയിട്ടും കിട്ടും.
അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെ ഈ ഒരു ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ച് കണക്ട് ചെയ്യാമെന്ന് കാണിക്കാം. അപ്പോൾ ഒരുപാട് എക്സ്ചേഞ്ചുകൾ വേറെ ബൈബിറ്റ്, ബിനാൻസ് എല്ലാം വരികയാണ്. തീർച്ചയായിട്ടും അതെല്ലാം കണക്ട് ചെയ്ത് കൊടുക്കുക. മൾട്ടിപ്പിൾ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് നമുക്ക് സക്സസ് ആവാനുള്ള സാധ്യത കൂടുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ എങ്ങനെ ബിറ്റ്ഗെറ്റ് കണക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ച് ആണ് വേണ്ടത്, ബിറ്റ്ഗെറ്റ് വാലറ്റ് അല്ല. ആ ഒരു കാര്യം മറക്കരുത്. ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ച് ആണ് വേണ്ടത്. ഓക്കെ, വാലറ്റ് അല്ല. ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്. ഇത് കുറേ പ്രാവശ്യം പറയുന്നത്, ഒരുപാട് ആൾക്കാർ വീണ്ടും ഇത് മിസ്റ്റേക്ക് വരുത്തും. അതുകൊണ്ടാണ് ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ച് ആണ് വേണ്ടത്, വാലറ്റ് അല്ല. ഓക്കെ, ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ഇനി അഥവാ ലിങ്ക് ഓപ്പൺ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു VPN ഇട്ടിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻ്റെ ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുക, ആദ്യം ചെയ്യേണ്ട UID കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഇവിടെ പ്രൊഫൈൽ ഐക്കണിലേക്ക് പോകണം. ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫൈൽ കാണാൻ പറ്റും. പ്രൊഫൈലിന് തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റും എൻ്റെ പേര്. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു UID കാണുന്നുണ്ട്. ജസ്റ്റ് ആ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കോപ്പി ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. ആ UID കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് കോപ്പി ബട്ടൺ ഉണ്ട്. ഞാൻ അത് കോപ്പി ചെയ്തു. കോപ്പി ചെയ്തതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക, ബിനാൻസിൻ്റെ ആപ്പ് വരിക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും പ്ലീസ് എൻ്റർ യുവർ 9 to 11 ഡിജിറ്റ് എക്സ്ചേഞ്ച് UID എന്ന് പറയുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുക, കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരിക്കലും തെറ്റിപ്പോകാൻ പാടില്ല. തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ UID കൊടുത്തു കഴിഞ്ഞു. ഇനി കൊടുക്കേണ്ട എന്താണ്, ഡെപ്പോസിറ്റ് അഡ്രസ്സാണ്. അത് എവിടെ നിന്ന് കിട്ടും? അതിനുവേണ്ടി വീണ്ടും നിങ്ങളുടെ ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ച്, നിങ്ങൾ ഏത് എക്സ്ചേഞ്ച് ആണോ കണക്ട് ചെയ്യുന്ന ആ എക്സ്ചേഞ്ചിലേക്ക് വരിക. അതിനുശേഷം എന്ത് ചെയ്യുക, വാലറ്റ് ഓപ്ഷനിലേക്ക് പോവുക. ഓക്കെ, ഇവിടെ നമുക്ക് അസറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അസറ്റ്സിലേക്ക് വരിക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് ആഡ് ഫണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. എക്സ്ചേഞ്ച് മാറുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരും, അത് നിങ്ങൾ നോക്കി ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇവിടെ സെർച്ച് ബട്ടൺ കാണാൻ പറ്റും. ഈ സെർച്ച് ബട്ടണിൽ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് റെക്സ് എന്നാണ്, REX. ഓക്കെ, റെക്സ് എന്ന് കൊടുക്കുമ്പോൾ കാണാൻ പറ്റും റെവോക്സ്. റെക്സ് എന്ന് പറയുന്ന കോയിൻ നമുക്ക് കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെറ്റ്വർക്ക് വരിക. ഓട്ടോമാറ്റിക്കലി BEP20 ബിനാൻസ് സ്മാർട്ട് ചെയിനാണ് വരിക. ആ ഒരു ചെയിനാണെന്ന് ഉറപ്പ് വരുത്തുക. ആ ഒരു ചെയിൻ മാത്രമേ ഉള്ളൂ. ആ ഒരു കോയിൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രമേ വരുള്ളൂ. അതിനുശേഷം എന്ത് ചെയ്യുക, അത് കോപ്പി ചെയ്യുക. അപ്പോൾ എൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സും കൃത്യമായിട്ട് തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ എൻ്റെ UID അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് രണ്ടും കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തി. അതിനുശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാണ്. സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒന്നും കൂടെ ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ഇത് നമുക്ക് മാറ്റാൻ പറ്റില്ല സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ വീണ്ടും കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റാണെന്ന് ഞാൻ വെരിഫൈ ചെയ്തു. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ കാണാൻ പറ്റും നമ്മുടെ ബിറ്റ്ഗെറ്റിൻ്റെ UID അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് അഡ്രസ്സും ഇവിടെ സബ്മിറ്റഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് L-Bank എന്ന് പറയുന്ന എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ KYC കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ എക്സ്ചേഞ്ചിൽ KYC കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു എക്സ്ചേഞ്ച് ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക. എനിക്ക് നിലവിൽ L-Bankൽ അക്കൗണ്ട് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ബിനാൻസ് ഇതുപോലെ ചെക്ക് ചെയ്തു, കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു. ബിനാൻസ് നമ്മൾ എലിജിബിൾ ആണ്. ഇനി ബൈബിൽ ചെയ്തവർ എന്ത് ചെയ്യുക, ഇതുപോലെ സെയിം ഈ ലിങ്ക് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് കൊണ്ടുപോകുക. അതിനുശേഷം ബൈബിറ്റ് ഓപ്പൺ ചെയ്യുക. ബൈബിറ്റ് Web3 വാലറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ട DApps എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. മേലെ തന്നെ DApps ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെർച്ച് ഓപ്ഷൻ ഉണ്ട്. സെർച്ചിൽ എന്ത് ചെയ്യുക, ഈ ഒരു ലിങ്ക് നമ്മൾ കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിവിടെ കണക്ട് വാലറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ബൈബിറ്റ് വാലറ്റ് ആണ് എന്ന കാര്യം ഉറപ്പ് വരുത്തുക. നിങ്ങൾ ഈ സീഡ് ഫ്രൈസ് കാര്യങ്ങളെല്ലാം ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ വാലറ്റ് ആയിരിക്കും. അപ്പോൾ ബൈബിറ്റ് വാലറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 വാലറ്റ് ഉണ്ട്, കാണാൻ പറ്റും. വാലറ്റ് 1 ഉണ്ട്, ബൈബിറ്റ് വാലറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യേണ്ട ഏതാണ്, ബൈബിറ്റ് വാലറ്റ് ആണ്. ആ കാര്യം മറക്കരുത്. ബൈബിറ്റ് വാലറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം കണക്ട് വാലറ്റ് കൊടുക്കുക. കണക്ട് വാലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും മെറ്റാമാസ്ക് ആൻഡ് മോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും മേലെ തന്നെ ബൈബിറ്റ് വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ബൈബിറ്റ് വാലറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ കണക്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കണക്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണക്ഷൻ റിക്വസ്റ്റ് വരും. സൈൻ കൊടുക്കുക. സൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാലറ്റും ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് താഴേക്ക് നോക്കാം. ഇത് കാണാൻ പറ്റും. ഈ ഒരു അക്കൗണ്ടും എൻ്റെ ബൈബിറ്റ് അക്കൗണ്ടും എയർ ഡ്രോപ്പിന് എലിജിബിൾ ആണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട എന്താണ്, നമ്മൾ ഹ്യൂമൻ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ എൻ്റെ കയ്യിൽ പ്രീമിയം പോയിന്റ്സ് മാത്രമേ ഉള്ളൂ, നോർമൽ പോയിന്റ് ഇല്ല. അപ്പോൾ നമ്മൾ ഹ്യൂമൻ വെരിഫിക്കേഷൻ ഇതിലും സെയിം കാര്യം തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ ഓൾറെഡി എൻ്റെ ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ച് ഒരു പ്രാവശ്യം എൻ്റെ ബിനാൻസ് വഴി ഞാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരിക്കലും വീണ്ടും ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ച് ബൈബിറ്റിലും കണക്ട് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ വേറെ അക്കൗണ്ട് വേണം കണക്ട് ചെയ്യാൻ. ഓക്കെ, ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ച് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രദേഴ്സിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സിൻ്റെയോ ആരുടെങ്കിലും പേരിൽ ഒരു ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ച് തുടങ്ങുക, എന്നിട്ട് കൊടുക്കുക. സ്വന്തം പേരിലുള്ള ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ച് തന്നെ രണ്ടിലും കൊടുക്കാൻ പാടില്ല, പണി കിട്ടും. ഓരോന്നിലും മാത്രം കൊടുക്കാം, പക്ഷേ സെയിം അക്കൗണ്ട് രണ്ടിലും കൊടുക്കരുത്. ചിലപ്പോൾ അക്കൗണ്ട് ഫ്രീസ് ആവാനും നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടാതിരിക്കാനുമുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഒരെണ്ണത്തിൽ L-Bank കൊടുക്കാം, ഒരെണ്ണത്തിൽ ബിറ്റ്ഗെറ്റ് കൊടുക്കാം. അത് പ്രശ്നമല്ല, സെയിം എക്സ്ചേഞ്ച് തന്നെ കൊടുക്കരുത്, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഇനി വരും, ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇനി വേറെ മെത്തേഡ്സ് ആഡ് ആയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, L-Bankൻ്റെ തന്നെ അഡ്രസ്സ് പുതുത് ക്രിയേറ്റ് ചെയ്യും. എൻ്റെ അക്കൗണ്ട് വേറെ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ പേരിലുള്ള ബിറ്റ്ഗെറ്റോ എൻ്റെ ബ്രദറിൻ്റെ പേരിലുള്ള ബിറ്റ്ഗെറ്റൊക്കെ എടുത്തിട്ട് ഇവിടെ കൊടുക്കും, എന്നിട്ട് സബ്മിറ്റ് അടിക്കും. ഓക്കെ, അപ്പോൾ സെയിം നമ്മുടെ സ്വന്തം പേരിലുള്ള ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ച് തന്നെ രണ്ടിലും യൂസ് ചെയ്യരുത്, ഒരെണ്ണത്തിൽ മാത്രം യൂസ് ചെയ്യാവുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഇപ്പോൾ ഇനി എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യാം. വലിയ കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എന്നുള്ളത് ചെയ്ത് നോക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ് കാര്യങ്ങളെല്ലാം ചെയ്യുക. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്ത് നോക്കുക. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു സൂൺ.